ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അജു ആൻഡ് വെൽക്കം ടു മല്ലു ഫാമിംഗ് ലൈഫ് ഇൻ അനദർ വേൾഡ് എപ്പിസോഡ് 12. ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡിൽ ഞാൻ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അതിലൂടെ കാണാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാ തുടങ്ങല്ലേ? കഥയുടെ തുടക്കത്തിൽ എല്ലാവരും ചേർന്ന് പച്ചക്കറികൾ ശേഖരിക്കുകയും ഗായ്സ് എല്ലാവരും പോയി ഫുഡ് കഴിക്കുക, ടൈമായി. ഈ ചെടിയൊക്കെ ഇങ്ങനെ വളരാൻ പാടില്ല, അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതേസമയം ലുലു വരുന്നതും നീയും ഫുഡ് കഴിച്ചാൽ നന്നായിരുന്നു. ഇതിന് ഹീറോ ഒന്നും പറയാതെ അടുത്ത സെക്കൻഡിൽ അവിടെ എത്തി. അതിനവളും കുടിക്കാൻ ഒരു ഐസ് ജ്യൂസ് ശരിയാക്കിയതും ഹേയ്, പവർഫുൾ മാജിക് ഒന്നും ഉപയോഗിക്കല്ലേ, നീ പേടിക്കണ്ട, ഇത് ബേസ് മാജിക് ആണ്. നീ ഇങ്ങനെ വർക്ക് ചെയ്താൽ നിന്റെ ശരീരം താങ്ങില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട, ഇത് കേട്ടല്ലോ, നീ പേടിക്കണ്ട, അങ്ങനെയൊന്നും നടക്കില്ല. ശരി, നീ ഇതിനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്? അത് പിന്നെ എല്ലാവരും പറഞ്ഞു നടക്കുന്നത് നല്ലതാണ്, അതുകൊണ്ടാ ടൈം കിട്ടുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് അവരുടെ വില്ലേജിൽ ഇത്തരം ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇത് കേട്ട നമ്മുടെ ഇടം ശരി, അത് നിന്റെ ഇഷ്ടം പോലെ. ഇവിടെ നടക്കുന്നത് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നു, എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതിനുശേഷം രാത്രി ലുലു, എന്താ നിന്റെ വയർ വലുതായിരിക്കുന്നത്? ഇത് കണ്ടാൽ രണ്ട് തണ്ണിമത്തം പോലെയുണ്ട്. രണ്ട് തണ്ണിമത്തം എന്ന് പറയുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവുമല്ലേ. ഇവിടെ ലുലുവിനെ നോക്കി, നിനക്ക് ലക്കുണ്ട്, എനിക്കും ഇങ്ങനെ ആവണമെന്ന് ആഗ്രഹമുണ്ട്. ആണോ പെണ്ണോ ആയാലും കുഴപ്പമില്ല, എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ, തീർച്ചയായും ശരിയാക്കി തരാം. ഗായ്സ്, നിങ്ങൾ എനിക്ക് വേണ്ടി കുറെ ചെയ്തിട്ടുണ്ട്, എന്നാലും എനിക്ക് ലൈറ്റായിട്ട് വിശക്കുന്നുണ്ട്. ബട്ട് ഇപ്പോൾ എന്താ പ്രശ്നമെന്നാൽ അത് ആൽക്കഹോൾ മാത്രമാണ്, എന്നാൽ ഇനി മുതൽ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും ഷോക്കാവുന്നതും കൂട്ടൻ മുൻകൂട്ടി ഡ്രസ്സ് തയ്യാറാക്കാൻ തുടങ്ങി. അതിനുശേഷം ഇവർ ഹീറോനെ കണ്ട്, ഞങ്ങൾക്ക് ഇത് പറയാൻ കുറച്ച് വിഷമമുണ്ട്. ലീഡർ ടീയും ഇതിൽ വിഷമിക്കുന്നു. എന്തെന്നാൽ ഞങ്ങൾ ഇനി ആൽക്കഹോൾ കുടിക്കില്ല, അതുകൊണ്ട് എല്ലാം മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കാം. എന്തോന്ന്? ഇതെല്ലാം ലുലുവിന് വേണ്ടിയാണോ? എന്നാലും ആൽക്കഹോൾ ഇല്ലാത്ത ജീവിതം നിങ്ങൾക്ക് ആലോചിക്കാൻ തന്നെ കഴിയുന്നില്ല. ഇങ്ങനെ ഓരോരുത്തരും മനസ്സിലല്ലാൻ തുടങ്ങി. നമ്മുടെ ഹീറോ ഇതെല്ലാം മനസ്സിലാക്കി, നമ്മൾ അതൊന്നും വിൽക്കണ്ട, പകരം നമ്മുടെ സ്റ്റോറേജ് ഇല്ലേ, അതിൽ ശേഖരിച്ചു വെക്കാം. കാലങ്ങൾ ഇരിക്കുന്തോറും രുചിയും കൂടും. അപ്പൊ ഞാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലായല്ലോ. അതിനുശേഷം ഇവരെ വന്ന് ഹീറോ നോക്കിയാൽ ഇവർ മൂന്നും വിഷമിച്ചിരിക്കുന്നു. എന്തെന്നാൽ അടുത്ത ദിവസങ്ങളായി ആരും തന്നെ കുടിക്കുന്നില്ല. ഹീറോ നടന്ന കാര്യം പറഞ്ഞതും, അതാണോ ചീഫ്, കൺഗ്രാജുലേഷൻ, ഞങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യും. എന്നാൽ ഈ വിഷയത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് നമ്മുടെ ഹീറോ ഓക്കെ. അതിനുശേഷം എല്ലാവരും സമ്മർ വെക്കേഷൻ അടിച്ചു പൊളിക്കുന്നതും ഹീറോ ലുലുവിന്റെ അടുത്ത്, നീ ഓക്കെ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പുറത്തു വരാത്തതിന് കാരണം എനിക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട്. അത് ശരി, ഇതെന്താ ചെടി? ഇത് ടീയും ഏഞ്ചൽസും കൊണ്ടുവന്നതാണ്. ഇത് ദൂരെ മഞ്ഞുമലയിലുണ്ടായതാണ്, കൂടാതെ കാറ്റ് കുറച്ച് തണവ് നൽകും. പെട്ടെന്ന് എൽഫ് അവിടേക്ക് വരുന്നതും അവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമൂലിക നൽകി. ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് ഇനിയും എനർജി ലഭിക്കും. കൂടാതെ അവിടേക്ക് ലാസ്റ്റ് ഒരു മാല കൊടുക്കുന്നു. ഇതിൽ മാന ക്രിസ്റ്റൽസ് ഉണ്ട്. ഇത് മാന ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. ഇത് ഞാൻ അച്ഛന്റെ ശേഖരണത്തിൽ നിന്നും അടിച്ചു മാറ്റിയതാ. അതിനുശേഷം ഓരോരുത്തരായി വരാൻ തുടങ്ങി. ചേച്ചി, ഞാൻ സോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഹുറോയും അവർക്ക് പറ്റുന്നത് കൊണ്ടുവന്നതും. അതിനുശേഷം വൈകുന്നേരം, നീ ഹാപ്പി അല്ലേ? ഇരിക്കുന്നേ. അത് ശരി, ഇതെന്താന്ന് ചോദിച്ച് സംസാരിക്കുന്നേരം ലുലു പെട്ടെന്ന്, ഹിറാക്കു ടൈമായി എന്ന് തോന്നുന്നു. ഇത് മനസ്സിലാക്കിയ ഹീറോ ഇവരോട് പറഞ്ഞതും എല്ലാവരും തിരക്കിട്ട് നടക്കാൻ തുടങ്ങി. നമ്മുടെ ഹീറോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ തലതിരിച്ചിരിക്കുന്ന സമയം പുറത്ത് വലിയ മരത്തെ നോക്കിയതും കണ്ട ഉടൻ തന്നെ അതിന്റെ അടിയിൽ പോയിരുന്നു. ഈ രണ്ട് നിലാവും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ട ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, എന്നാൽ ഇപ്പോൾ എന്റെ ഒപ്പം കുറെ പേരുണ്ട്. അതിനുശേഷം ഹീറോ രാവിലെ കുട്ടിയെ കണ്ട ഹീറോയ്ക്ക് കുട്ടിയെ എടുക്കണമെന്നുണ്ട്. ബട്ട് എങ്ങനെ എടുക്കണമെന്ന് അറിയില്ല. നമുക്ക് കുട്ടി ഇപ്പോൾ ജനിച്ചേ ഉള്ളൂ. നമ്മുടെ ഹീറോ കുട്ടിയെ എനക്കം കണ്ട് ഹാപ്പി ആയതും കുട്ടി ചിരിക്കുന്നത് കണ്ട് ഹീറോ, നോക്ക്, കുട്ടി ചിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ കുട്ടി നിങ്ങളെ കണ്ടാ ചിരിക്കില്ലേ? അത് ശരിയല്ലോ, ഞാനിപ്പോൾ ഒരു അച്ഛനാണ്. എന്റെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഹാപ്പി അല്ലായിരുന്നു, എന്നാൽ ഈ ജന്മത്തിൽ ഞാൻ ഹാപ്പിയാണ്. അതിന് ലുലു ഹീറോയിന്റെ കൈ പിടിച്ച് നമ്മളിവനെ നന്നായി വളർത്തും. അതിനുശേഷം ഹീറോ തന്റെ പതിവ് ജോലി ചെയ്യുമ്പോൾ എന്റെ മകന് ഞാൻ ആൽഫ്രഡ് എന്ന് പേര് വെച്ചു. കൂടാതെ അവനൊരു പകുതി വാമ്പയർ ആണ്. അതിനുശേഷം ഹീറോ തിരിഞ്ഞ് വലിയ മരത്തെ നോക്കി അവൻ ആഗ്രഹിച്ച പോലെ തന്നെ കുറേശ്ശെ വില്ലേജ് ആയത് ആലോചിക്കുന്നതും ഞാൻ ആഗ്രഹിച്ചതും കൂടുതൽ എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചു. കൂടാതെ ഞാനൊരു അച്ഛനുമായി. എന്നാലും ഗ്രാമത്തിലുള്ളവരും വളരെ സഹായിച്ചിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം. അതിനുശേഷം ഹീറോ എല്ലാവരെയും വിളിച്ചു ചേർത്ത് നമുക്ക് വേണ്ടി നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കാൻ പോവാണ്. എന്ത് സിസ്റ്റോ? അങ്ങനെ ഹീറോ കോയിൻ എടുത്ത് കാട്ടി. ഇതിനുശേഷം ഈ വില്ലേജിൽ ഇതാണല്ല. അതിന് ഫ്ലോറോ, എനിക്ക് മനസ്സിലായില്ല, ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത്? അതായത് ഇത് കാശ് പോലെ ഉപയോഗിക്കണമെന്നാണോ? യെസ്,
എന്നാൽ ഈ വില്ലേജിലെ എല്ലാം കൺട്രോൾ എൻ്റെ അടുത്താണ്. എൻ്റെ കയ്യിൽ നിന്നാണ് എല്ലാവർക്കും കിട്ടുന്നത്. എല്ലാവരും വന്ന് പലതരം ചോദിക്കുന്നത് കൊണ്ട് എനിക്ക് തലകറങ്ങും. അപ്പോൾ അതിന് കാശ് ഉപയോഗിക്കണം എന്നാണ്. നമുക്ക് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുത്തൂടെ? ഇത് കേട്ട ഹീറോ ഒരു ആപ്പിളിന് എന്താ വിലയെന്ന് ചോദിച്ചതും എല്ലാവരും വെവ്വേറെ സാധനങ്ങൾ പറയുന്നു. ഇതുകൊണ്ടാണ് ശരിയായ വില കിട്ടാൻ കാശ് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അതിന് ലാസ്റ്റ് ഞങ്ങളുടെ അടുത്ത് കണക്കില്ലാത്ത സ്വർണ്ണമുണ്ട്, ബട്ട് ഉപയോഗിക്കാൻ അറിയില്ല. ഇതിനു മുകളിൽ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് തലകറങ്ങും. ചീഫ് വേറെ കാര്യം പറയും. ഞാനിപ്പോൾ ഇത് കൊണ്ടുവന്നാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത് പരീക്ഷണത്തിന് വേണ്ടി ഈ കോയിൻസ് ഉപയോഗിക്കാം. അതിന് ഇവരും ഓക്കെ പറയുന്നതും വില്ലേജിലെ എല്ലാവർക്കും ഹീറോ 3 കോയിൻ വീതം നൽകി. കാബുട്ടോണും കുറോഗിയും ഇവർക്കെല്ലാം 30 കോയിൻ കൊടുത്തു. എന്നാൽ അവർ കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. എന്നാലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായാലോ എന്ന് വെച്ച് എല്ലാം എൻ്റെ കൈ കൊണ്ടാണ് ചെയ്തത്. അങ്ങനെ വന്നാൽ മാത്രമേ എല്ലാം തിരിച്ചറിയാൻ പറ്റൂ. അതിനുശേഷം എല്ലാവരും അവരുടെ കോയിൻ എടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. എന്നാൽ ചിലർ അത് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിച്ചു. ചിലർ അത് വെച്ച് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചാലും ഹീറോ ആണ് ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നത്. ഹീറോ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ ഒരു കൂട്ടം അതുപോലെ വേണമെന്ന് പറയുന്നു. അതിനുശേഷം ഒരു ചെറിയ കുട്ടി വന്ന് ഈ കോയിൻ എടുത്ത് എനിക്കൊരു കുട്ടിയെ തായോ. ഇതിന് ഇങ്ങനെ ഉപയോഗിക്കാമോ? ഞാൻ 3 കോയിൻ തരാം, പ്ലീസ് എനിക്ക് കുട്ടിയെ തരൂ. എന്നാൽ അതിനു പകരം അവരുടെ ഒപ്പം ഹീറോ നന്നായി ടൈം ചെലവാക്കി. പിന്നീട് ഹീറോ കുട്ടിയുണ്ടായതിന് വലിയ പാർട്ടി തന്നെ ഒരുക്കി. അതിനെല്ലാവരും കുടിച്ച് മതിമറന്നതും കുറച്ചു നാളുകൾക്ക് ശേഷം കുടിക്കുന്നതിൽ എല്ലാവരും ഹാപ്പിയാണ്. ഇവിടെ ഫ്ലോറ കുട്ടിയെടുത്ത് നോക്ക് ഞാനാണ് നിന്റെ ചേച്ചി. ലുലു നീ ഇപ്പോഴെങ്കിലും പറ, ഇതെന്തിനാ കയ്യിൽ? എനിക്കറിയില്ല, ഡോർഫാണ് കയ്യിൽ വെക്കാൻ പറഞ്ഞത്. ഇതിന് ഡോർഫ് ഒരു ബാരൽ കൊണ്ടുവരുന്നതും ഇത് ഉപയോഗിക്കാൻ സമയമായി. ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ബാരലിന്റെ ടോപ്പ് തകർത്തതും എല്ലാവരും കൂടി മതിമറന്നതും ഡോർഫ് വന്ന് ലുലുവിനോട് കുടിക്കുന്നില്ലേ എന്ന് പറയുന്നതും സോറി ഞാനത് മറന്നുപോയി. കുഴപ്പമില്ല, കുട്ടി വളർന്നതിന് ശേഷം ഞാൻ കഴിക്കാം. അതിന് ഹീറോ തീർച്ചയായും എന്ന് പറയുന്നതും അത് ഫുള്ള് തീർക്കല്ലേ? തീർച്ചയായും ഒരു ദിവസം ഞാൻ എൻ്റെ മകനുമായി കുടിക്കുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. ഇവിടെ ഫ്ലോറ നീ എൻ്റെ കുട്ടിയാണ്, ഞാനാണ് നിന്നെ വളർത്താൻ പോകുന്നത്. ഡീമൺ ലോർഡിന്റെ കോട്ടയിൽ ഈ വിഷയം അറിയുന്നതും നിങ്ങൾ അറിഞ്ഞോ, ഗ്രേറ്റ് ട്രീ വില്ലേജിലെ ചീഫിന് ഒരു ആൺകുട്ടി ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇനി അവനെ തകർക്കാൻ പോലും വഴിയില്ല. എനിക്കൊരു ഐഡിയ, നമ്മുടെ രാജ്യത്തിലെ ഒരാളെ അവിടേക്ക് കല്യാണം കഴിപ്പിച്ചയച്ചാലോ? അങ്ങനെയാണെങ്കിൽ നമ്മളുമായി റിലേഷൻഷിപ്പ് കൂടുതലും ആവും. ഇത് കേട്ട ഡീമൺ ലോർഡ് എൻ്റെ മകളെ ഞാൻ ഒരിക്കലും കൊടുക്കില്ലെന്ന് പറയുന്നു. മറ്റൊരു സ്ഥലത്തും ഈ വിവരം എത്തിയതും നല്ലൊരു സമ്മാനം അവർക്ക് നൽകണം. എന്നാൽ അവരുമായി കണക്ട് ചെയ്യാൻ ഇതാണ് ഒരു വഴി. ഒരു വസ്തു സമ്മാനമായി നൽകുമ്പോൾ അത് വേണ്ട എന്ന് ആരും പറയില്ല. കാരണം കൊടുക്കുന്നവരുടെയും മനസ്സും വാങ്ങുന്നവരുടെ മനസ്സും വേദനിക്കും. ചീഫ് എന്താ പറ്റിയേ? ഒന്നുമില്ല. എല്ലാവരെയും വിളിച്ചു ചേർത്ത് കുറെ കാലമായ യുദ്ധം കാരണം കുറെ ആളുകൾ വീടും സ്ഥലവുമില്ലാതെ ഇവിടെ ഇരിക്കുന്നു. എൻ്റെ അച്ഛനും പറഞ്ഞു അവിടെയും കുറച്ചുപേരുണ്ടെന്ന്. എത്ര പേരുണ്ടാവും? അതൊരു 100-ലധികം ഉണ്ടാവും. അപ്പോൾ പുതിയ വില്ലേജ് തന്നെ ഉണ്ടാക്കണം. എന്നാൽ നമുക്ക് ഒരുമിച്ചൊരു പുതിയ ഗ്രാമം തന്നെ നിർമ്മിക്കാം. അത് ദ ഗ്രേറ്റ് ട്രീ വില്ലേജ് സെക്കൻഡ് എന്ന് വെക്കുക. അതിന് ഹീറോ ഇത് വളരെ ബുദ്ധിമുട്ടായ ജോലിയാണ്, നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഞങ്ങളുടെ ബെസ്റ്റ് ഞങ്ങൾ തരും. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അവരെ കാണാൻ തയ്യാറെടുത്തോളൂ എന്ന് പറഞ്ഞ് ഈ എപ്പിസോഡ് ഇവരെത്തിയിരുന്നതും സീസൺ 2 ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ തീർച്ചയായും എപ്പിസോഡുകൾ വരുന്നതാണ്. അതുവരെ ബൈ ബൈ.